നമ്മുടെ സമ്പദ് മേഖല ഏത് രീതിയിൽ ചലിക്കുമെന്ന് ഒരു ലക്ഷ്യം തരുന്ന ഒരു ബജറ്റായിരിക്കും ഇത്. ഒരു ബജറ്റിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുക? ഒന്ന്, നികുതി ഭാരം എങ്ങനെയുണ്ടാവും? രണ്ട്, സാമ്പത്തിക പുരോഗതി ഏത് ദിശയിലായിരിക്കും? GST നയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് വേണമെങ്കിൽ ബജറ്റിൽ ഒരു ചർച്ചയാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ധാരാളം മേഖലകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലീൻ എനർജി സെക്ടർ, ഇവിടെയെല്ലാം GSTയിൽ ഇളവുകൾ കൊണ്ടുവരുന്നതിനെ പറ്റി ബജറ്റിൽ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ GST മാത്രമല്ല, കസ്റ്റംസ് ഡ്യൂട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ എന്തെങ്കിലും പ്രത്യക്ഷ നികുതിയിലുള്ള കുറവുകളും സർക്കാരിന് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം. അങ്ങനെയുള്ള ഈ ബജറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ബാക്കി GSTയുള്ള മാറ്റങ്ങൾ അടുത്ത 1-2 മീറ്റിങ്ങിനുള്ളിൽ GST കൗൺസിലും ഇതേ മാറ്റങ്ങൾ, നികുതി റേറ്റുകൾ നിജപ്പെടുത്തിക്കൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3rd ലാർജസ്റ്റ് എക്കോണമി ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ കൂടുതൽ വേഗത്തിലുള്ള വളർച്ച, അതിനാണ് ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ സഹായമായിരിക്കും. അതിന് മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വന്ന് ബാക്കി രാജ്യത്തുള്ള മാനുഫാക്ചറേഴ്സ് എല്ലാം ഇന്ത്യയിൽ വന്ന് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക. അതുമാതിരി സൈബർ സെക്യൂരിറ്റിക്കും അതുമാതിരിയുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനുമുള്ള ഒരു ഊന്നൽ, ഇതെല്ലാം ബജറ്റിൽ വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്.